ഒരാഴ്ച മുമ്പേ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നാണ് ഇതിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇതിനെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും ഇത് എന്ത് സാധനമാണ്, ഇത് എന്തിന് യൂസ് ചെയ്യും എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഒരാഴ്ച മുമ്പ് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ക്ലേ വെച്ചിട്ടൊരു കപ്പും സോസറും ഉണ്ടാക്കുന്ന വീഡിയോസ് ആയിരുന്നു. കപ്പ് ഉണ്ടാക്കാനുള്ള ക്ലേ എൻ്റെ കയ്യിൽ തീർന്നു പോയത് കൊണ്ട് ഞാൻ ഈ സോസർ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. സാരമില്ലടാ, കപ്പ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. പറഞ്ഞ് പെയിൻ്റ് അടിച്ച് തീരാറായത് അറിഞ്ഞില്ല. പ്ലെയിൻ ആയിട്ട് ഈ പെയിൻറ് തന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വിരിവിരിപ്പ്. അങ്ങനെ ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡൂടെ എടുത്തിട്ട് എന്ത് ചെയ്തു, കുറേ പുള്ളിയും പോരുമൊക്കെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് അതങ്ങനെ ഇട്ട് കൊടുക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവും ഇതിലില്ലായിരുന്നു. ബൈ ദ വേ, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം. പുള്ളിയും കുത്തും പോരുമൊക്കെ ഇട്ടിട്ട് അതിനെ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. പണ്ട് ഞാനുണ്ടല്ലോ ഈ മാലയും വളയൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റിൻ്റെ ഡപ്പയിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിന് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ആയതുകൊണ്ട് നമ്മളും ആ വഴി ട്രൈ ചെയ്യണമല്ലോ. തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നെങ്കിലും പെയിൻറ്റിങ് അവസാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു രാജാരവിവർമ്മയാണ്. ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.